അങ്ങനെ ഗൈസ് എപ്പിസോഡ് 53 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ബോട്ടിൽ ടാസ്കിൻ്റെ കണ്ടിന്യൂവേഷൻ. പക്ഷേ ബോട്ടിൽ ടാസ്ക് അടിമുടി എല്ലാം മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു റീവർക്ക് ചെയ്ത് പുതിയൊരു കൈൻഡ് ഓഫ് ബോട്ടിൽ ടാസ്ക് ആയിട്ടാണ് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ ടാസ്കിൽ പരാജയമായിരുന്ന ജിഷിനും നെവിനും ഇന്ന് ജയിലിലായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പുതിയൊരു ഫ്ലേവർ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ഒരു ഫ്ലേവർ മാംഗോ. അതുപോലെ തന്നെ ഷാനവാസിനെയും നമ്മുടെ ആര്യനെയും അതിൻ്റെ സ്ഥാനങ്ങളിൽ കമ്പനി ഓണേഴ്സായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ അനിമോളുടെ പിടിവാശി കാരണം, ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിരുന്ന അനിമോളുടെ പിടിവാശി കാരണം പല സംഭവങ്ങളും, അതായത് ഓൾമോസ്റ്റ് എല്ലാ ബോട്ടിൽസും റിജക്റ്റ് ആവുമായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ നെവിനൊക്കെ തീരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ല ടാസ്ക് കളിച്ചത്. അതിൻ്റെ ഒന്നും റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലാണ് ഇന്നലെ നല്ല ബോറായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഇന്ന് കംപ്ലീറ്റ്ലി ഒരു റീവർക്ക് ചെയ്ത് മുഴുവൻ മേലധികാരികളെയും മാറ്റി പുതിയൊരു സിസ്റ്റത്തിലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് വേറൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അനിമോളെയോ ജിഷിനെയോ ഔട്ടാക്കാൻ വേണ്ടി ഒരു ക്ലോസ്ഡ് ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് അനിമോളായിരിക്കും ഔട്ടാവുക എന്നാണ്. കാരണം അനിമോളായിരുന്നു കൂടുതൽ വാശി പിടിച്ചിട്ട് കൂടുതൽ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് ജിഷിനാണ് ഔട്ടാവുകയും ജയിലിൽ കിടക്കേണ്ടയും അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നടന്ന കാര്യങ്ങളിൽ അനീഷിൻ്റെയാണ് മക്കളെ ഹൈലൈറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീഷിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെയാണ് ചാറ്റിൽ ലൈവ് സ്ട്രീമിൻ്റെ, അതായത് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് ഒരുപാട് സപ്പോർട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അനീഷിന് ഒട്ടനവധി ആൾക്കാർ, എല്ലാവരും ഹൗസ് മേറ്റ്സ് എല്ലാവരും ഒരു കരുണയും അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. അനീഷ് ഒരു പാവം മനുഷ്യൻ, അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു, അനീഷിന് എല്ലാവരും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് അനീഷ് വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ആ ടാസ്ക് കളിക്കുന്നതും തൻ്റെ കമ്പനിയിലുള്ള ബോട്ടിൽസ് വിൽക്കാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ യാതൊരുവിധ കരുണയോ ഒന്നും തന്നെ അനീഷിൻ്റെ ഇതിലോട്ടേക്ക് കൊടുക്കുന്നില്ല. പക്ഷേ അനീഷിന് ഇന്ന് വലിയൊരു അബദ്ധം പറ്റി. അതായത് അനീഷ് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മുടിയുടെ ഒരു നാരോ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ബോട്ടിൽസ് റിജക്റ്റ് ചെയ്തു. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അനീഷ് അവിടെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത കൈൻഡ് ഓഫ് ബിഹേവിയർ ഒക്കെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അതായത് എല്ലാവിധ ബോട്ടിൽസൊക്കെ അടിച്ച് തെറിപ്പിച്ച് എല്ലാവരുടെ സംഭവങ്ങളും വലിച്ചെറിഞ്ഞു. അനീഷ് ആകെ പൊട്ടിത്തെറിച്ചു എന്ന് പറയണം. അത് സ്ഥിരകാര ബോധമില്ലാതെ അല്ലെങ്കിൽ പരിസര ബോധമില്ലാതെ പെരുമാറി അനീഷ് എന്ന് പറയേണ്ടി വരും. കാരണം അനീഷിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇമ്മച്വർ ബിഹേവിയർ, നമ്മൾ ആര്യൻ്റെ കയ്യിൽ നിന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതായത് ബോട്ടിൽസ് നൽകിയിട്ടുണ്ടായിരുന്ന എംപ്ലോയീസിൻ്റെ അടുത്തൊന്നും യാതൊരുവിധ വിലയും ഇല്ലാതെ എല്ലാം കൂടി തട്ടിത്തറപ്പിച്ച്, അതുപോലെ തന്നെ ആ റൗണ്ടും അത് കാരണം ബാനായി, ഒരു കാര്യവും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അതായത് അനീഷിന് അവിടെ പറയാൻ സത്യം പറഞ്ഞാൽ ഒരു വോയിസും ഇല്ല. കാരണം ഇവർക്കിത് റിജക്റ്റ് ചെയ്യാൻ 100% റൈറ്റ് ഉണ്ട്. അതായത് ഒരു ചെമ്പിലിട്ട് കലക്കിയിട്ടാണ് ആ കംപ്ലീറ്റ് ജ്യൂസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒരു കൂറ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ കൂറേനെ കിട്ടിയ ബോട്ടിൽ മാത്രമായിട്ടല്ലല്ലോ ഒഴിവാക്കുക, എല്ലാ ബോട്ടിൽസും അവർ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തു വെക്കുക. അപ്പോൾ അത് എത്ര പറഞ്ഞിട്ടും അനീഷിൻ്റെ പിടിവാശി കാരണം അനീഷ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അനീഷിനത് മനസ്സിലാവാഞ്ഞിട്ടല്ല, അനീഷ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ അനീഷ് ഇന്ന് ആദിലയൊക്കെ ആയിട്ട് പല സ്ഥലത്തും കൊമ്പ് കോർക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അനീഷ് തൂക്കിയൊരു എപ്പിസോഡ് എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം സത്യാവസ്ഥയാണ്. അത് അനീഷ് എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കുറച്ച് ശ്രമിച്ചില്ല എന്നേ ഉള്ളൂ. കാരണം വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അനീഷ് ഈ ബോട്ടിൽ ടാസ്കിൽ ഇടപെടുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിയുടെ പല അക്യൂസേഷൻസ് ആയി കഴിഞ്ഞാൽ ആര്യനും ജിസേലും തമ്മിൽ ലവ് ട്രാക്ക് ഉണ്ടോ എന്നുള്ള സംശയമൊക്കെയാണ് ബിന്നിക്കുള്ളത്. എവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ ആ കുത്തിത്തിരിപ്പിൻ്റെ വിഷം ചിതറുകയാണ് നമ്മുടെ ബിന്നി ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് ആര്യനും ജിസലും തമ്മിലുള്ളൊരു വൈബ് കണ്ടു കഴിഞ്ഞാൽ, ഒരു സംഭവം, ഒരു കെമിസ്ട്രി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ നല്ല രണ്ട് ഫ്രണ്ട്സാണ് അവർ, നല്ല വൈബുള്ള രണ്ട് ഗുഡ് ഫ്രണ്ട്സ് ആണെന്നുള്ളതിൻ്റെ അപ്പുറത്തല്ലാതെ വേറെ ഒരുവിധ സംഭവം അവർ തമ്മിലില്ല എന്ന് 100% മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടാണ് ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ബിന്നി ഓരോ ആൾക്കാരുടെ ഇടയിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നത്. അതുപോലെ
സാബുമാന് വീണ്ടും ഇന്ന് കുറച്ച് റോളും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ള കാര്യം അത്ഭുതകരമാണ്. അതായത് ബിഗ് ബോസ് എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അത് സാബുമാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാബുമാൻ്റെ യാതൊരുവിധ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സിസ്റ്റൻസ് കൂടി ബിഗ് ബോസ് ഹൗസിൽ കാണാൻ പറ്റാത്ത രീതിയിലാണ് സാബുമാൻ്റെ പല പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കറിയാം ഇതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ടാസ്കിൽ ഒരു സംഭവം സാബുമാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സാബുമാനിന് കുറച്ച് സിമ്പതി വോട്ടൊക്കെ കിട്ടിയത്. പക്ഷേ ഇന്നും ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് ഡയറക്റ്റ്ലി അപ്പോയിൻറ്റഡ് ആയിരിക്കുന്ന സാബുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. തെറ്റുകുറ്റങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടക്കിട്ട് അനുമോൾക്കൊന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊടുത്തു സാബുമാൻ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ സാബുമാൻ ആ ഒരു ടാസ്ക് കൊണ്ടുപോയി. അതിനുശേഷം തൻ്റെ ഡ്യൂട്ടിയായ കിച്ചണിൽ ചപ്പാത്തി മാവ് പരത്തുന്ന കാര്യങ്ങളൊക്കെ സാബുമാൻ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് കണ്ടിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഹൗസിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സിൻസിയർ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഈ സാബുമാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. യാതൊരുവിധ കളങ്കവും ഇല്ലാത്തൊരു മനുഷ്യൻ, യാതൊരുവിധ കുത്തിത്തിരിപ്പുകളോ അല്ലെങ്കിൽ കുതികാൽ വെട്ടോ അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് ഈ സാബുമാനെ തോന്നിയിരിക്കുന്നത്. പക്ഷേ അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ, ബിഗ് ബോസിന് പറ്റിയ ഒരാളാണോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും സാബുമാൻ ഓക്കെയാണ്. അതുപോലെ ഇന്ന് ഷാനവാസ് കിച്ചണിൽ കയറി സ്പൂണും ഫോർക്കും ഉപയോഗിക്കാതെ എന്തോ ടേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ ഷോ ഇറക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഉള്ളതൊക്കെ എല്ലാവർക്കും ഒരു കണക്കിനുള്ള ഹൈജീനിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു പോകുന്നത്. അവിടെ എത്ര വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ലക്ഷ്മി വായി തുറക്കാത്തതായിരിക്കും കുറച്ച് നല്ലത്. റിയാസിൻ്റെ അടുത്ത് കടിച്ച് കയറിയപ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടൊന്നും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അടിയുണ്ടാക്കുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല ലക്ഷ്മി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്.